പിത്തദോഷം കൂടുതലുള്ള ആളുകളിലൊക്കെ തന്നെ ശരീരത്തിന് ഒരു ചുട്ടുപുകച്ചിൽ പ്രശ്നങ്ങൾ, UTI പ്രശ്നങ്ങൾ, അതായത് മൂത്രക്കടച്ചിൽ പോലുള്ള പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവാറുണ്ട്. അല്ലെങ്കിൽ നിങ്ങൾക്ക് കുഞ്ഞുങ്ങൾക്കും മുതിർന്നവർക്കും സ്ത്രീകൾക്കാണ് കൂടുതൽ വിളർച്ച അല്ലെങ്കിൽ അനീമിയ എന്നുള്ളൊരു പ്രശ്നം ഉള്ളത്. രക്തക്കുറവ് ആണ് പ്രധാന പ്രശ്നം. അപ്പോൾ അത് തന്നെ ചിലപ്പം അമിതമായിട്ടുള്ള ആർത്തവ രക്തം പോകുന്നവർക്കും ഒക്കെ തന്നെ ഈ ഒരു പ്രശ്നം കാണപ്പെടാറുണ്ട്. അല്ലെങ്കിൽ കുഞ്ഞുങ്ങൾക്കും തന്നെ വളരെ കോമൺ ആണ്. അപ്പോൾ ഇത്തരം കേസിലൊക്കെ നമ്മൾ ശീലിക്കേണ്ട ഒരു ഔഷധ ചായയോ ഔഷധ കഷായമായിട്ടോ ഒക്കെ നമുക്കിതിനെ വിശേഷിപ്പിക്കാം. അപ്പോൾ ആ രീതിയിൽ നമുക്ക് വളരെ മെഡിക്കേറ്റഡ് ആയിട്ടുള്ള ഒരു ഡ്രിങ്കാണ് ഇന്ന് പരിചയപ്പെടുത്തുന്നത്. ഈ ഒരു ഡ്രിങ്ക് ഈ ഒരു ഉദ്ദേശം മാത്രമല്ല, ഒരുപാടേറെ ആരോഗ്യ ഗുണങ്ങളുള്ളതാണ്. ഇത് അഷ്ടാംഗ ഹൃദയം ചികിത്സാ സ്ഥാനയിൽ ഇതിനെക്കുറിച്ചിട്ട് വളരെ വ്യക്തമായിട്ട് ഇതിൻ്റെ ഡീറ്റെയിൽസ് ഒക്കെ തന്നെ പറയുന്നുണ്ട്. നമുക്ക് പല അസുഖങ്ങളിൽ ഇത് ഉപയോഗിക്കാൻ പറ്റും. ഊർധ്വകം രക്തപിത്തം ച പിപ്പാസാം കാമലാം മബി, അതായത് നമുക്ക് ജ്വരം അല്ലെങ്കിൽ പനിയുള്ള അവസ്ഥയിൽ അല്ലെങ്കിൽ ഊർധ്വഭാഗത്ത് ശരീരത്തിന് ചെസ്റ്റിന് മുകളിലോട്ടുള്ള ചില ബ്ലീഡിങ് പ്രശ്നങ്ങൾ, മൂക്കിൽ കൂടെ ബ്ലഡ് വരുന്നതും വായിൽ നിന്ന് ബ്ലഡ് വരുന്ന അങ്ങനെ ചില കണ്ടീഷൻസ് ഒക്കെ ഉണ്ട്. അത്തരം അവസ്ഥയിൽ നമുക്കിത് ഉപയോഗിക്കാം. അതുപോലെ മദ്യം കുടിക്കുന്ന സമയത്ത് അത് അധികമായി പോകുമ്പോഴുണ്ടാവുന്ന ചില ആ ഒരു കിക്ക് വന്നു കഴിഞ്ഞാലുള്ള ചില പ്രശ്നങ്ങളുണ്ടല്ലോ, അതൊക്കെ കുറയ്ക്കാനും ഒക്കെ നല്ലതാണ്. അപ്പോൾ ഇത്തരം സാഹചര്യങ്ങളിൽ ഉപയോഗിക്കാം. പിന്നെ ശരീരത്തിൽ ചൂട് കൂടിയിട്ട് ഉണ്ടാവുന്ന ചില അവസ്ഥകളിൽ നമുക്കിത് ഉപയോഗിക്കാം. ചില സെഡേറ്റീവ് മെഡിസിൻസ് ഒക്കെ കഴിക്കുന്നവരുണ്ടാവും. അത്തരം സമയത്ത് ഉണ്ടാവുന്ന ആ ഒരു ക്ഷീണം, തളർച്ച ഇതൊക്കെ മാറ്റാനും, ചില സർജറി പ്രശ്നങ്ങളൊക്കെ കഴിഞ്ഞാൽ ഉണ്ടാവുന്ന ആ മെഡിസിനൊക്കെ എടുത്തു കഴിഞ്ഞാലുള്ള ക്ഷീണം, അതുപോലെ ശരീരത്തിൻ്റെ ക്ഷീണം, തലകറക്കം പോലുള്ള പ്രശ്നങ്ങളൊക്കെ അകറ്റാനും ഒക്കെ നല്ലതാണ്. അതുപോലെ ഗർഭിണികളിൽ ഉണ്ടാവുന്ന ഛർദി അല്ലെങ്കിൽ ചില മോർണിംഗ് സിക്നസ് ഒക്കെ ഉണ്ടല്ലോ, ആ ഒരു സമയത്ത് ഉണ്ടാവുന്ന വോമിറ്റിംഗ് ചെയ്യാനുള്ളൊരു ടെൻഡൻസി, അല്ലെങ്കിൽ വോമിറ്റിങ്ങോ അല്ലെങ്കിൽ ശരീരത്തിൽ എപ്പോഴും ഒരു വിറയൽ പോലെ ക്ഷീണം, തളർച്ച ഒക്കെ തോന്നാറുണ്ട്. അത്തരം സന്ദർഭങ്ങളിലൊക്കെ നമ്മളിത് ഉപയോഗിക്കാം. പക്ഷേ ഗർഭിണികളാകുമ്പോൾ എപ്പോഴും തന്നെ നിങ്ങളുടെ ഡോക്ടറിൻ്റെ അഡ്വൈസിലെ എന്ത് കാര്യമാണെങ്കിലും സ്വീകരിക്കാൻ പാടുള്ളൂ. ഹെൽത്തി എനർജറ്റിക് സ്കിൻ കെയർ ഔഷധ ടീ എന്നൊക്കെ വേണമെങ്കിൽ നമുക്കിതിനെ വിശേഷിപ്പിക്കാം. അപ്പോൾ ഇന്നത്തെ ഒരു ദ്രാക്ഷാതി കഷായ ചൂർണ്ണമിട്ട് തയ്യാറാക്കിയിട്ടുള്ള ഈ ഒരു കഷായമാണ് ഇന്ന് റെഡിയാക്കുന്നത്. അതിലേക്ക് 1 ഗ്ലാസ് വെള്ളം ആവശ്യമുണ്ട്. അത് തിളച്ചതിന് ശേഷം 1 സ്പൂൺ ദ്രാക്ഷാതി കഷായ ചൂർണ്ണം എടുക്കാം. 2 പിഞ്ച് ചുക്കുപൊടി ചേർക്കാം. അതുപോലെ ആവശ്യത്തിന് ശർക്കരയും ചേർത്ത് തിളപ്പിച്ച് അതൊരു 1/4 ഭാഗത്തോളം വറ്റിച്ചെടുക്കുകയാണ് വേണ്ടത്. ഇനി കഷായ ചൂർണ്ണം ആയുർവേദ ഡിസ്പെൻസറികളിലൊക്കെ തന്നെ അവൈലബിൾ ആണ്. അല്ലെങ്കിൽ എവറസ്റ്റ് ഔഷധി തുടങ്ങിയിട്ടുള്ള ചില ബ്രാൻഡുകളൊക്കെ തന്നെ ഈ ഒരു കഷായ ചൂർണ്ണം ഇറക്കുന്നുണ്ട്. ഇത് ഇനി കഷായം കുടിക്കാമോ എന്ന് ചോദിക്കരുത്. കഷായത്തിന് നിങ്ങൾക്ക് കുടിക്കണം എന്നുണ്ടെങ്കിൽ അത് ഡോക്ടറിനെ നേരിട്ട് കണ്ടുപോയി നിങ്ങളുടെ കേസ് ഹിസ്റ്ററിയൊക്കെ അറിഞ്ഞതിന് ശേഷം ഡോക്ടർ തീരുമാനിക്കും.